Hi guys, welcome to We Learn Study platform. First news, CCI plans to export 10 lakh bales of cotton. കോണ്ടെക്സ്റ്റ് എന്താണ്? കോട്ടൺ എക്സ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. CCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇത് കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ വരുന്നതാണ്. 1970 കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. ഇതൊരു പാൻ ഇന്ത്യ കോർപ്പറേഷനാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇതിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ മാർക്കറ്റ് പ്രൈസ് മിനിമം സപ്പോർട്ട് പ്രൈസിന് ബിലോ ആവുന്നോ ആ സമയത്ത് ഫാമേഴ്സിന് പ്രൈസ് സപ്പോർട്ട് ഓപ്പറേഷൻസ് കൊടുക്കുന്നത് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഖാരിഫ് ക്രോപ്പാണ്. അതുപോലെ തന്നെ ചൈന കഴിഞ്ഞ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യ ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, പാകിസ്ഥാൻ ടെസ്റ്റ് ഫയേഴ്സ് ന്യൂക്ലിയർ കേപ്പബിൾ മിസൈൽ. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ലോഞ്ച് ഓഫ് ഷഹീൻ 2 മിസൈലിനെ പറ്റിയാണ് പറയുന്നത്. സോ എക്സാമിന് ഷഹീൻ 2 എന്താണെന്ന് ചോദിക്കും. ഷഹീൻ 2 റെഫേഴ്സ് ടു പാകിസ്ഥാൻ ന്യൂക്ലിയർ കേപ്പബിൾ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, വേർ ദ മിത്തിക്കൽ ടേക്സ് ഫ്ലൈറ്റ്. ഈ ഒരു ആർട്ടിക്കിളിൽ കേവ് ടെമ്പിളിനെ പറ്റിയാണ് റെഫർ ചെയ്തേക്കുന്നത്. മഹിഷാസുര മർദിനി മണ്ഡപ. ഈ ടെമ്പിൾ 7th സെഞ്ച്വറിയിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. പല്ലവ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതൊരു റോക്ക് കട്ട് കേവ് ടെമ്പിളാണ്. ഒരു ഹില്ലിലാണ് ഈ ടെമ്പിൾ കാണപ്പെടുന്നത്. മറ്റ് കേവുകൾ മാമലാപുരത്തും കാണപ്പെടുന്നുണ്ട്. ഈ ടെമ്പിളിന് മറ്റൊരു പേരുണ്ട്, എംപുരി. തമിഴ്നാട്ടിലാണ് ഈ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബലിപുരത്തിലെ മോണുമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ് ഈ കേവ് ടെമ്പിൾ. മഹാബലിപുരം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്നതാണ് മഹാബലിപുരം. അപ്പം ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമാണ് ഈ കേവ് ടെമ്പിൾ. ഇവിടെ ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാം. ആ പല്ലവ ഡൈനാസ്റ്റിയുടെ ടൈമിലുള്ള വിശ്വകർമ്മ സ്കൾപ്റ്റേഴ്സാണ് ഈ ഒരു ക്രാഫ്റ്റ് നിർമ്മിച്ചേക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇൻഹെറിറ്റൻസ് ഓഫ് വേർഡ്സ്. ഈ ഒരു ആർട്ടിക്കിളിൽ കുറച്ച് ട്രൈബ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലൊക്കേഷനുമുണ്ട്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുനായകൻ ട്രൈബ്സ്. ഈ ട്രൈബ്സ് കേരളയിലാണ് കാണപ്പെടുന്നത്. വെസ്റ്റേൺ ഗാട്ട്സിലാണ് ഇവരുടെ സെറ്റിൽമെൻ്റ് ഉള്ളത്. ഇവർ ഹണി കളക്ഷനിൽ എക്സ്പേർട്ടായിരുന്നു. അപ്പോൾ അവരുടെ ലിവ്ലിഹുഡ് ആണെങ്കിലും മെഡിസിൻസിനാണെങ്കിലും ഇവർ ഹണിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. സോ കട്ടുനായകൻ റിലേറ്റ് ചെയ്യുന്നത് ഹണി കളക്ഷൻ. സെക്കൻഡ് ട്രൈബിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേർദൂപ്പിൻ. ഷേർദൂപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ഒരു ട്രൈബാണ്. ലാസ്റ്റ് തോഡ എന്ന് പറയുന്ന ട്രൈബ്സ് തമിഴ്നാട്ടിലാണ് കാണപ്പെടുന്നത്. സോ ഈ 3 ട്രൈബ്സാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്, കട്ടുനായകൻ, ഷേർദൂപ്പൻ, തോഡ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, കർണാടക ടോപ്സ് ഇൻ ഇന്നൊവേഷൻ ഷോസ് ഇൻഡെക്സ്. ഈ ഒരു ആർട്ടിക്കിളിൽ ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിനെ പറ്റിയാണ് റെഫർ ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് നിതി ആയോഗാണ്. ഈ ഇന്നൊവേഷൻ പ്രകാരം ഇന്നൊവേഷൻ എക്കോസിസ്റ്റത്തിനെ എക്സാം ചെയ്യും. അതിലൂടെ നമ്മുടെ രാജ്യത്ത് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ കോമ്പറ്റേറ്റീവ് ഫെഡറലിസം? അതായത് ഓരോ കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഗ്രൂപ്പിനെ തിരിക്കുക. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 മേജർ സ്റ്റേറ്റുകൾ അടങ്ങുന്ന ഒരു കാറ്റഗറിയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹിൽ സ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. ലാസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 യൂണിയൻ ടെറിട്ടറി പിന്നെ കുറച്ച് സ്മാളർ സ്റ്റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള സ്റ്റേറ്റുകളുടെ ഇന്നൊവേഷൻ ഇൻഡെക്സ് അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ഇവർക്ക് റാങ്കിങ് കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലും ഇന്നൊവേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടോ അതും ഇവർ അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നൊവേഷൻ ഇൻഡെക്സിൽ കർണാടകയാണ് ഫസ്റ്റ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് തമിഴ്നാടു, നോർത്ത് ഈസ്റ്റ് ഹിൽ സ്റ്റേറ്റിൽ ഹിമാചൽ പ്രദേശാണ് ഫസ്റ്റിൽ വരുന്നത്, യൂണിയൻ ടെറിട്ടറിയിൽ ഡൽഹി. നെക്സ്റ്റ് ആർട്ടിക്കിൾ, IRFC IPO സബ്സ്ക്രൈബ്ഡ് 3.49 ടൈംസ്. സോ IRFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഈ ഒരു കോർപ്പറേഷൻ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫറിംഗ് പ്രകാരം നമുക്ക് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ കാറ്റഗറി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ആർട്ടിക്കിളിൽ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് കാറ്റഗറി. സോ എന്താണ് ഈ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഡിവിജ്വൽസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാറ്റഗറിയാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് കാറ്റഗറി. സോ എന്ത് ചെയ്യുക, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്
ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിലാണ് പെടുന്നത്. അപ്പോൾ ആരാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്? കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 4A അണ്ടറിൽ വരുന്ന എല്ലാ പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് രജിസ്റ്റേർഡ് വിത്ത് സെബി, മൾട്ടിലാറ്ററൽ, ബൈലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് രജിസ്റ്റേർഡ് വിത്ത് സെബി, ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് രജിസ്റ്റേർഡ് വിത്ത് സെബി, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്, ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റേർഡ് വിത്ത് IRDA, പ്രോവിഡൻറ്റ് ഫണ്ട്സ് വിത്ത് മിനിമം കോർപ്പസ് ഓഫ് 25 crore, പെൻഷൻ ഫണ്ട്സ് വിത്ത് മിനിമം കോർപ്പസ് ഓഫ് 25 crore. ഇതെല്ലാം വരുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റിറ്റീസ്, അതായത് ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെബിയായിട്ട് രജിസ്റ്റർ ചെയ്യണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കമ്പൽസറി പ്രൊവിഷൻ അല്ല. നെക്സ്റ്റ് ആർട്ടിക്കിൾ, സുപ്രീം കോർട്ട് ഡിസ്മിസസ് ആധാർ റിവ്യൂ പെറ്റീഷൻസ്. ഈ ഒരു ആർട്ടിക്കിൾ ആധാർ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോർട്ടിൻ്റെ റിവ്യൂവിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ഐഡൻറ്റിഫിക്കേഷൻ ടൂളായിട്ടാണ് 2016 ഈ ഒരു ആക്ട് റിലീസ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴൊക്കെയാണോ ഈ ഒരു ആധാർ ആക്ട് വന്നത് അതിനുശേഷം അതിന് ഒരുപാട് ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഓഫ് സിറ്റിസൺ അത് ലംഘിക്കുന്ന രീതിയിലാണ് ആധാർ ആക്ട് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ആധാർ ആക്ടോട് കൂടി നമ്മുടെ ഡേറ്റാസ് എല്ലാം എന്താണ് ഈ ഒരു ആധാറിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർവൈലൻസ് സ്റ്റേറ്റിൻ്റെ ക്രിയേഷനാണ് ഈ ഒരു ആക്ട് വഴി ഉണ്ടായതെന്നാണ് ഫസ്റ്റ് ക്രിറ്റിസിസം വന്നത്. അതായത് നമ്മുടെ രാജ്യം നമ്മളെ എന്താണ് ഒരു ക്യാമറ കണ്ണിലൂടെ നോക്കുന്നു. അത്തരമൊരു പ്ലാറ്റ്ഫോം ആധാർ ആക്ട് വഴി ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഫസ്റ്റ് ക്രിറ്റിസിസം പറയുന്നത്. സെക്കൻഡ് ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാക്കിയ രീതി അതിനെയാണ് ചോദ്യം ചെയ്തേക്കുന്നത്. സോ ഇത് രണ്ടും സുപ്രീം കോർട്ട് റിവ്യൂ ചെയ്തു. അങ്ങനെ 2018 ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റുമായിട്ട് സുപ്രീം കോർട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞു ആധാർ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷണലാണ്, അതുപോലെ പാർലമെൻറ്റ് അത് പാസ്സാക്കിയ രീതിയും കോൺസ്റ്റിറ്റ്യൂഷണലാണ്. ആധാർ ഒരിക്കലും എന്താണ് പ്രൈവസി ഓഫ് സിറ്റിസണിനെ ബ്രീച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം ആധാർ എന്താണ് പബ്ലിക് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സർവീസ് പ്രൊവൈഡറാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അത്തരമൊരു ആക്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസിയെ ചോദ്യം ചെയ്യുന്നത്? പുട്ടുസ്വാമി കേസ് വഴിയാണ് ഈ ഒരു റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. സുപ്രീം കോർട്ട് പറഞ്ഞു എന്താണ് ആധാർ റൈറ്റ് ടു പ്രൈവസി വയലേറ്റ് ചെയ്യുന്നില്ല. കോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിവ്യൂ പെറ്റീഷൻസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം റിവ്യൂ ചെയ്തിട്ട് സുപ്രീം കോർട്ട് പറയുന്നുണ്ട് ഈ എല്ലാ റിവ്യൂ പെറ്റീഷൻസും ഞങ്ങൾ ഡിസ്മിസ് ചെയ്യുകയാണ്. എന്താണ് ആധാർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ അല്ല, പാർലമെൻറ്റ് അത് പാസ്സാക്കിയ രീതിയും കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ അല്ല, റൈറ്റ് ടു പ്രൈവസി അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുമില്ല. ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ ആർട്ടിക്കിൾ 110 പ്രകാരം സ്പീക്കർ ഓഫ് ദി ലോകസഭ ആധാർ ബില്ലിനെ ഒരു മണി ബില്ലായിട്ടാണ് സർട്ടിഫൈ ചെയ്തത്. ആർട്ടിക്കിൾ 110 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്പീക്കറിന് എന്താണ് ഒരു ബില്ല് ഒരു ടാക്സേഷൻ പ്രകാരമായിട്ടുള്ളതോ അതോ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ ഏത് ബില്ലും മണി ബില്ലായിട്ട് സർട്ടിഫൈ ചെയ്യാനുള്ള ഡിസ്ക്രീറ്ററി പവർ സ്പീക്കറിന് കൊടുത്തേക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110. സെക്കൻഡ് ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിറ്റിസൈസേഴ്സ് പോയിൻ്റ് ഔട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മണി ബില്ലായിട്ട് ഗവൺമെൻറ് കോട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ രാജ്യസഭയുടെ നിരീക്ഷണത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നു. കാരണം നമുക്കറിയാം മണി ബില്ലായിട്ട് ഒരു ലോകസഭ ഒരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് പവർ ലോകസഭയുടെ കയ്യിലാണ്. രാജ്യസഭയ്ക്ക് എന്താണ് തിരിച്ച് ഈ ബില്ല് അയക്കാനുള്ള അവകാശവുമില്ല. അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഒരു രാജ്യസഭയ്ക്ക് ഇത് റിവ്യൂ ചെയ്യാം. ഒരു മണി ബില്ല് വന്ന് രാജ്യസഭയുടെ മുമ്പിൽ എത്തുവാണെങ്കിൽ അത് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒപ്പം തന്നെ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഈ സജഷൻസ് ലോകസഭ ഏറ്റെടുക്കണമെന്നുള്ളത് കമ്പൽസറി അല്ല. കാരണം മണി ബില്ലിൻ്റെ കേസിൽ കംപ്ലീറ്റ് അതോറിറ്റിയും ലോകസഭയ്ക്കാണ്.
സോ ഗവൺമെൻറ് ഇതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാർഗറ്റഡ് സർവീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തെടുക്കുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ ടാർഗറ്റഡ് സർവീസ് എന്ന് പറയുമ്പോൾ സബ്സിഡീസ് വരും. സബ്സിഡീസ് എന്ന് പറയുമ്പോൾ അത് മണി റിലേറ്റഡ് ആണ്, അതായത് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് ആണ്. സോ അതെന്താണ്? മണി ബില്ലാണ്. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു വാദം സുപ്രീം കോർട്ട് കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഇങ്ങനെയും കൂടി പറയുകയുണ്ടായി, എന്താണ്, ഒരു മണി ബില്ലിൻ്റെ കേസിൽ അത് സർട്ടിഫൈ ചെയ്യാനുള്ള അവകാശം സ്പീക്കറിനാണ്. അത് ഫൈനൽ ഡിസിഷൻ തന്നെ ആയിരിക്കും. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെർട്ടൈൻ സിറ്റുവേഷൻസിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിൽ വരും. സോ ഇത് പെറ്റീഷൻ വന്നതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂവിൽ പെടുകയും അത് ജസ്റ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത് ആധാർ ആക്ട് എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ അല്ല. സോ 2016 ആധാർ ആക്ടിൻ്റെ റിവ്യൂ പെറ്റീഷൻസ് എല്ലാം ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ആധാർ ആക്ട് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, US to review ഹൗത്തി ടെററിസ്റ്റ് ലേബൽ. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്കമ്മിങ് ആയിട്ടുള്ള ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഹൗത്തി ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ലേബൽ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൗത്തി റിബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിലുള്ളൊരു ഗ്രൂപ്പാണ്. ഇവരാണ് അവിടെ 2014 സിവിൽ വാർ ക്രിയേറ്റ് ചെയ്തത്. ഈ സിവിൽ വാറിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, വെസ്റ്റേൺ ഏഷ്യൻ റീജിയനിൽ സുന്നി ഷിയ സ്പ്ലിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിരുന്നു 2014 യമനിലെ സിവിൽ വാർ. അത് ക്രിയേറ്റ് ചെയ്തത് ഹൗത്തി റെബൽസ് ആണ്. അപ്പം നമുക്കറിയാം, ട്രഡീഷണലി ഗവൺമെൻറ് ഓഫ് യമൻ എന്ന് പറയുന്നത് സുന്നി പവർ ബ്ലോക്കാണ്. ഈ സുന്നി പവർ ബ്ലോക്ക് ലെഡ് ചെയ്യുന്നത് സൗദി അറേബ്യ ആണ്. നമുക്കറിയാം ഇറാൻ ഷിയ പവറാണ്. ഇപ്പം ഇറാൻ സ്പോൺസർ ചെയ്യുന്നൊരു റെബൽ ഗ്രൂപ്പാണ് ഹൗത്തീസ് എന്ന് പറയുന്നത്. ഒബിയസ്ലി അപ്പം ഹൗത്തി റെബൽസ് ആർക്കെതിരെയാണ് ആക്ട് ചെയ്യുന്നത്? യമൻ ഗവൺമെൻറ്റിനെതിരെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സിവിൽ വാറിൻ്റെ ഔട്ട്കം ആയിട്ട് അവർ യമൻ്റെ ക്യാപിറ്റൽ സീസ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാനേജ്ഡ് ആയപ്പോഴേക്കും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, സൗദി അറേബ്യ ഒരു അലയൻസ് അസംബിൾ ചെയ്തു. ഈ അലയൻസിൽ ജോർഡൻ, കുവൈറ്റ്, ബഹ്റൈൻ, UAE, ഖത്തർ, സുഡാൻ, ഈജിപ്റ്റ്, മൊറോക്കോ ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു അലയൻസ് അസംബിൾ ചെയ്തത്. അങ്ങനെ ലോഞ്ച് ചെയ്ത ആ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഡിസസീവ് സ്റ്റോം. സോ ഈ ഒരു ഡിസൈസീവ് സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യമൻ ഗവൺമെൻറ്റിനെ ഡീത്രോ ചെയ്യാനുള്ള ഹൗത്തി റിബൽസിൻ്റെ ആക്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അലയൻസ് ആണ് ഡിസൈസീവ് സ്റ്റോം. സോ സൗദി അറേബ്യ എന്താണ്, ഈ ഹൗത്തി മിലിറ്റൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഒരു നേവൽ ബ്ലോക്കേഡ് റെഡ് സീയിൽ സൗദി അറേബ്യ ഈജിപ്തിൻ്റെ സപ്പോർട്ടോട് കൂടി ഇമ്പോസ് ചെയ്തു. സോ ഇവരുടെ ഒരു സൈനിക ആക്രമണം, സൗദി ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു സൈനിക ആക്രമണം കാരണം എന്താണ്, അവിടുത്തെ കോമൺ ജനങ്ങൾക്കാണ് എന്താണിത് ബാധിച്ചത്. മെയിനായിട്ട് എന്താണ്, നാടുകടത്തൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് തന്നെയാണ്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അവിടുത്തെ കോമൺ പീപ്പിളിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത്. എന്നാൽ ഈ ഒരു റെഡ് സീയുടെ കൺട്രോൾ കിട്ടിയതോട് കൂടി യമനിലേക്കുള്ള എസെൻഷ്യൽ സപ്ലൈയുടെ മൂവ്മെൻറ്റ് മാനേജ് ചെയ്യാൻ സൗദിക്ക് എളുപ്പത്തിൽ സാധിച്ചു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള ടൈമിലും ഈ ഒരു മിലിറ്ററി അസോൾട്ട് അല്ലെങ്കിൽ സൈനിക അസോൾട്ടിനെ, ആക്രമണത്തിന് എന്താണ് അവർ സപ്പോർട്ട് ചെയ്യുകയും എന്താണ് ഹൗത്തി ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഈ ഒരു സൈനിക ആക്രമണം അല്ലെങ്കിൽ മിലിറ്ററി അസാൾട്ടിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ UN ഇതിനൊരു റിവ്യൂ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഹൗത്തി ഗ്രൂപ്പിൻ്റെ ടെററിസ്റ്റ് ലേബൽ റിവ്യൂ ചെയ്യാനാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചേക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ട്രേഡ് യൂണിയൻസ് ടു റൈറ്റ് ടു ILO. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ കുറച്ച് ട്രേഡ് യൂണിയൻസ് ILOയെ അപ്രോച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ILO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള 4 ലേബർ കോഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൾട്ടുകൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് എടുത്തേക്കുന്നത്. പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ILO എന്താണെന്ന് നോക്കാം. ILO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ലേബറേഴ്സിന് വേണ്ടിയുള്ള ഇൻ്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് ILO ആണ്. 1919 ലീഗ് ഓഫ് നേഷൻ്റെ അണ്ടറിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. UN ആദ്യത്തെയും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ILO ആണ്. ഇതിൽ 187 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ ഇൻ സ്വിറ്റ്സർലാൻഡ് ആണ്. ഇവരുടെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ് വഴി
ഗവൺമെൻറ്, എംപ്ലോയർ, എംപ്ലോയീസ് ഇവർക്കിടയിൽ ഒരു സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ ഫ്രീഡം, ഇക്വിറ്റി, സെക്യൂരിറ്റി, ഡിഗ്നിറ്റി ഇതിത്രയും വർക്കേഴ്സിന് എൻഷ്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ILOയുടെ പ്രധാന ലക്ഷ്യം. ILO ഏകദേശം 189 കൺവെൻഷൻസും ട്രീറ്റീസും നടത്തിയിട്ടുണ്ട്. ഇതിൽ 8 എണ്ണം ഫണ്ടമെൻ്റൽസ് ആണ്. ആ ഫണ്ടമെൻ്റൽ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയാണ്: ഫ്രീഡം ഓഫ് അസോസിയേഷൻ, റൈറ്റ് ടു കളക്റ്റീവ് ബാർഗെയിനിങ്, എലിമിനേഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ, അബോളിഷൻ ഓഫ് ചൈൽഡ് ലേബർ, എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഒക്കുപ്പേഷൻ. ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UN സിസ്റ്റം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രക്ചറുള്ള ഏക ഏജൻസി എന്ന് പറയുന്നത് ILO ആണ്. അതായത് ട്രൈപാർട്ടൈറ്റ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരാണ് ഉൾപ്പെടുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്, എംപ്ലോയേഴ്സ്, വർക്കേഴ്സ്. അങ്ങനെ ഈ ഒരു 3 കാറ്റഗറിയിലുള്ള സ്ട്രക്ചറുള്ള ഏക UN സിസ്റ്റമാണ് ILO. 1969 ILOയ്ക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, റിമൂവിങ് ദ ക്രീസസ് ഇൻ ഹൗസ് വർക്ക് ഇവാലുവേഷൻ. സോ ഈ ഒരു ഹൗസ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൗസ് വർക്കിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് മെയിൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മളൊരു പേട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൗസ് വർക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ടുമില്ല, വാല്യുവേറ്റ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മെന്നിനും വിമനും ഇടയിൽ ഒരു അൺഈക്വൽ റിലേഷൻഷിപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രഡീഷണലി നോക്കുവാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റും ഹോമും വെൽ ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിലാണെങ്കിൽ ലേബർ, എൻ്റർപ്രൈസസ് ഒക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയൻ എന്താണ് മെന്നിൻ്റെ ജൂറിസ്ഡിക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹോം ആണെങ്കിൽ വിമൻ്റെയും. സോ ഇതൊരു അൺഫെയർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഒറിജിൻ ഏൻഷ്യൻ മെഡിവൽ ടൈം തൊട്ടേ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് വെസ്റ്റിലാണെങ്കിലും ഇന്ത്യൻ സിവിലൈസേഷനിലാണെങ്കിലും കാണപ്പെടുന്നത്. വെസ്റ്റ് റീജിയനിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഐഡിയോളജിയാണ് അവർ ഫോളോ ചെയ്യുന്നത്, മാസ്റ്റർ ആൻഡ് സ്ലേവ്. അതായത് ഒരു ഗുഡ് ക്രിസ്ത്യൻ ഹൗസ് ഹോൾഡ് എങ്ങനെയായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് എപ്പോഴും വൈഫിൻ്റെ സർവീസ് ആണെങ്കിലും ലേബർ ആണെങ്കിലും ഒരു ഹസ്ബൻഡിന് വേണ്ടിയായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ ഐഡിയോളജി അത് ശരിക്കും എന്താണ് വിമനെ ഒരു ഏഞ്ചലായിട്ടാണ് പറയുന്നതെങ്കിലും റിയാലിറ്റിയിൽ അതെന്താണ് മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പാണ്. ഇന്ത്യയിലും ഈ സെയിം രീതി തന്നെയാണ്. എന്താണ് വിമനെ ഒരു ഗോഡസ് അല്ലെങ്കിൽ ദേവതയായിട്ട് തന്നെയാണ് കാണുന്നത്. സൊസൈറ്റിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ എന്താണ് എക്കണോമിക് റൈറ്റ് നോക്കുവാണെങ്കിലും പ്രോപ്പർട്ടി റൈറ്റ് നോക്കുവാണെങ്കിലും അതെല്ലാം ഡിനൈ ചെയ്തിട്ടുണ്ട്. സോ സെയിം വെസ്റ്റിലുള്ള മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പിൻ്റെ മറ്റൊരു വെർഷനാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യണം, അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ റീജിയൻ നോക്കുകയാണെങ്കിൽ 1851 മുമ്പ് വരെ ഒരു രാജ്യവും എസ്പെഷ്യലി യൂറോപ്പിലുള്ള ഒരു രാജ്യവും വൈഫിനെ ഒരു ഫാമിലി ഏർണിങ്സിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ഇപ്പം ഒരു വൈഫ് ഹൗസ് വർക്ക് അല്ലാതെ പുറത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻകം എടുക്കുകയാണെങ്കിൽ തന്നെയും അത് കൊടുക്കേണ്ടത് ഹസ്ബൻഡിൻ്റെ കയ്യിലായിരുന്നു. അങ്ങനൊരു പാറ്റേൺ 1851 വരെ ഈ ഒരു റീജിയനിൽ ഉണ്ടായിരുന്നു. ഇനി 7th സെഞ്ച്വറിയിലുള്ള ഇസ്ലാമിക് ലോ നോക്കുകയാണെങ്കിൽ തന്നെ ഹസ്ബൻഡിൻ്റെ ഇൻകത്തിൻ്റെ ഒരു പോർഷൻ വൈഫിന് മാൻഡേറ്ററി ആയിട്ട് ഹസ്ബൻഡ് കൊടുക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇൻകം എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് വൈഫിൻ്റെ ഇഷ്ടമാണ്. അതിന് ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് 7th സെഞ്ച്വറിയിലുള്ള ഇസ്ലാമിക് ലോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എപ്പോൾ മാത്രം അവരൊരു കുട്ടി ഉണ്ടാവുന്നതിനെ പറ്റി ഡിസൈഡ് ചെയ്ത് അതിനൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു ലോ എന്താണ് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി 19th സെഞ്ച്വറി നോക്കുകയാണെങ്കിൽ US കുറച്ച് പ്രോഗ്രസീവായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഹസ്ബൻഡിൻ്റെ കടം എന്താണ് വൈഫിൻ്റെ പ്രോപ്പർട്ടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ കടത്തിൽ വൈഫിൻ്റെ പ്രോപ്പർട്ടി ഒഴിവാക്കണമെന്ന് ഈ നിയമം പറയുന്നു. 1850 നോക്കുകയാണെങ്കിൽ US ഒരു ഏർണിംഗ് സ്റ്റാറ്റ്യൂട്ട് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വൈഫിൻ്റെ പ്രോപ്പർട്ടി റൈറ്റും ഏർണിംഗ് റൈറ്റും ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ യൂറോപ്പിൽ 1850 സിമിലർ ആയിട്ടുള്ള റെക്കഗ്നിഷൻ നടന്നിട്ടുണ്ട്. എന്നാലൊരു പോസ്റ്റ് സിവിൽ വാറിന് ശേഷമുള്ള സെൻസസ് നോക്കുകയാണെങ്കിൽ ഹൗസ് വർക്ക് ഒരു അൺപ്രൊഡക്റ്റീവ് വർക്കായിട്ടാണ് കാറ്റഗറി ചെയ്തത്. കാരണം ഈ ഒരു ഹൗസ് വർക്ക് കൊണ്ട് എക്കണോമിയിൽ
അല്ലെങ്കിൽ GDP-യിൽ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ ഇടാൻ പറ്റില്ല. അതൊരു അൺപ്രൊഡക്റ്റീവ് വർക്കാണെന്നാണ് കാറ്റഗറൈസ് ചെയ്തത്. ഇത് തന്നെയാണ് ഇന്ത്യൻ സെൻസസ് ഫോളോ ചെയ്തത്. ഇന്ത്യൻ സെൻസസിൽ ഇന്ത്യയിൽ ഹൗസ് വർക്കിനെ ഒരു നോൺ വർക്കേഴ്സായിട്ടാണ് അല്ലെങ്കിൽ ഹൗസ് വൈഫിനെ ഒരു നോൺ വർക്കറായിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. 2001 സെൻസസിൽ 36 കോടി പേരും അതായത് 36 കോടി ഹൗസ് വർക്കേഴ്സാണ് അവരുടെ ഒക്കുപ്പേഷൻ ഹൗസ് ഹോൾഡായിട്ട് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ ഈ ഒരു 2011 സെൻസസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 159.85 മില്യൺ വിമനും അവരുടെ ഒക്കുപ്പേഷൻ ഹൗസ് വർക്കായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ 2011 സെൻസസിൽ മെന്നിൻ്റെ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു 5.79 വരുത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്പാരിറ്റി തന്നെ ഇതൊരു അൺഈക്വൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് എടുത്തു കാണിക്കുന്നത്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു വിമൻ ചെയ്യുന്ന ആവറേജ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 299 മിനിറ്റ്സ് പെർ ഡേ ആണ്. അത് ഹൗസ് ഹോൾഡ് വർക്കാണ് വരുന്നത്. കെയറിങ്ങിന് നോക്കുകയാണെങ്കിൽ 134 മിനിറ്റ്സ് പെർ ഡേ. അപ്പോൾ ഇതിനൊരു ക്വാണ്ടിഫൈഡ് ആയിട്ടൊരു വാല്യൂ ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം $612.8 ബില്യൺ പെർ ആനം വരും. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാത്രമല്ല കണ്ടക്ട് ചെയ്തത്. ഫ്രഞ്ച് ഗവൺമെൻറ്, യൂറോപ്പ്, US ഇതെല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ആവറേജ് വർക്കിൻ്റെ ഒരു ടൈം ഈ പീരീഡ് തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. 1994 MP വീണ വർമ്മ പാർലമെൻറ്റിൽ ഒരു പ്രൈവറ്റ് ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മാരീഡ് വിമൻ എപ്പോഴാണോ ആ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഡേറ്റിൽ തന്നെ ഹസ്ബൻഡിനും വൈഫിന് ഈക്വൽ ഷെയർ ഇൻ പ്രോപ്പർട്ടി കൊടുക്കണം എന്നൊരു നിയമം പാസ്സാക്കാനായിട്ട് ഒരു പ്രൈവറ്റ് ബില്ല് പാർലമെൻറ്റിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബില്ല് അവിടെ തന്നെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ജോയിൻ്റ് ആയിട്ടൊരു മാട്രിമോണിയൽ പ്രോപ്പർട്ടി ലോ ഇല്ല എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. 2012 UPA ഗവൺമെൻറ് ഒരു ഇൻട്രസ്റ്റിംഗ് ലോ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡ് വൈഫിനൊരു മന്ത്ലി സാലറി മാൻഡേറ്ററി ആയിട്ട് കൊടുക്കാൻ. പക്ഷേ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാറിയിട്ട് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വീണ്ടും ഹസ്ബൻഡിന് സബോർഡിനേറ്റ് ആയിട്ട് ആര് വർക്ക് ചെയ്യുകയാണ്? വിമൻ വർക്ക് ചെയ്യുകയാണ്. ഇത് സെയിം മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പിലേക്ക് തന്നെ ഉൾപ്പെടും. ഇനി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഇൻ്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കേസിൽ ഇനിക്വാളിറ്റിയെ പറ്റി സുപ്രീം കോർട്ട് അക്നോളജ് ചെയ്തിട്ടുണ്ട്. അതിൽ 2010 ഒരു ലാൻഡ്മാർക്ക് കേസ് നോക്കുകയാണെങ്കിൽ അരുൺ കുമാർ അഗർവാൾ കേസാണ്. അതിൽ ഇതിൻ്റെ ഇനിക്വാളിറ്റി മാത്രമല്ല സുപ്രീം കോർട്ട് ഹൈലൈറ്റ് ചെയ്തത്. പറയുന്നത് ഈ വിമൻ്റെ വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്കണോമിക് വാല്യൂ കൊണ്ട് മാത്രം നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യരുത്. കാരണം അതിന് മണി വാല്യൂ ഇട്ട് മാത്രം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു ഐറ്റം അല്ല. ഹൗസ് ഹോൾഡ് വർക്കിൽ അതിലൊരു ട്രൂ ആൻഡ് ലവ്, അഫെക്ഷൻ അങ്ങനെയുള്ള കുറച്ച് ഫീലിങ്സും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു എക്കണോമിക് മണി വെച്ച് കമ്പ്യൂട്ട് ചെയ്യരുതെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2020 രാജേന്ദ്ര സിംഗ് കേസിലും സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് വൈഫിൻ്റെ എക്കണോമിക് വാല്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അതിനു വേണ്ടി അവർക്കൊരു ആക്സിഡൻറ്റ് കേസോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ഈ ഒരു ജഡ്ജ്മെൻറ്റ്, ഈ രാജേന്ദ്ര സിംഗ് കേസ് ജഡ്ജ്മെൻറ്റിൽ മെയിനായിട്ട് ആ ഒരു ജഡ്ജ്മെൻറ്റ് ലിമിറ്റ് ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ മാത്രമായി പോയി. കാരണം ആക്സിഡൻറ്റിൽ കോമ്പൻസേഷൻ കൊടുക്കുന്നതും ഹൗസ് ഹോൾഡ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം അത് ഒരു മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ ചുരുങ്ങിപ്പോയി. കാരണം റിയൽ സെൻസിലുള്ള ഇഷ്യൂസ് അതിൽ അഡ്രസ്സായില്ല. സിംപ്ലി ഇന്ത്യയിൽ ഒരു ജോയിൻറ്റ് മാട്രിമോണിയൽ പ്രോപ്പർട്ടി ലോ ഇല്ല. അതുമല്ല ഈ വിമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർ ലോയും നമ്മുടെ രാജ്യത്തില്ല. അതുപോലെ 1991 UN SEDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ കമ്മിറ്റി ഓൺ എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓഫ് വിമൻ ഇത് റെക്കമെൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൻ്റെ ഡൊമസ്റ്റിക് ആക്ടിവിറ്റിയെ മെഷർ ചെയ്യണം, അത് ക്വാണ്ടിഫൈ ചെയ്യണം, എന്നിട്ട് അത് GDP-യിൽ റിഫ്ലക്റ്റ് ആക്കുകയും വേണം. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മാരേജിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ ടൈമിൽ ടൈപ്പിൽ മാത്രം പ്രോപ്പർട്ടി റൈറ്റ്സ് പറയാതെ എപ്പോഴാണോ മാരേജ് ഡിക്ലെയർ ചെയ്യുന്നത് ആ ഡേറ്റിൽ തന്നെ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ വിമന് ഓട്ടോമാറ്റിക്കലി ഒരു എക്കണോമിക് വാല്യൂ കിട്ടും. ആ പ്രോപ്പർട്ടി റൈറ്റ് കിട്ടിയാൽ തന്നെ അത് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ്സും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതുപോലെ ഹൗസ് വർക്ക് എന്നുള്ളത്
എന്താണ് ഒരു അൺപ്രൊഡക്റ്റീവ് വർക്കായിട്ട് ഡിക്ലെയർ ചെയ്യാതെ അതിനെ ഒരു ക്വാളിഫൈഡ് ആയിട്ടും ക്വാണ്ടിഫൈഡ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണം. പാർലമെൻറ്റിൽ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർ ലോസ് ക്രിയേറ്റ് ചെയ്യണം, ലൈക്ക് ജോയിൻറ്റ് മാട്രിമോണിയൽ പ്രോപ്പർട്ടി ലോസ്. See you tomorrow. Thank you for watching.